ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത കാലത്ത് റീൽസിലൂടെ ക്ലിക്കായ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതല്ല ദ റിയൽ മിനി സ്വിറ്റ്സർലൻഡ്. നമുക്ക് എന്നാൽ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കിയാലോ. നമ്മളിപ്പോൾ നിലവിൽ തട്ടേക്കാട് പാലത്തിലാണുള്ളത്. ഈ തട്ടേക്കാട് പാലത്തിൽ നിന്ന് ഏകദേശം എക്സാക്റ്റ് 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ന്യായപ്പള്ളി എന്ന് പറഞ്ഞത് ഈ ജംഗ്ഷൻ വരും. ഇവിടെ വലിയ ലാൻഡ്മാർക്ക് സംഭവങ്ങളൊന്നുമില്ല. ഈ ജംഗ്ഷനിൽ നിന്ന് ഈ ലെഫ്റ്റ് കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാലാണ് ദ റിയൽ മിനി സ്വിറ്റ്സർലൻഡിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ, ഈ വഴിയെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാറ് കൊണ്ടുവന്ന് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ബൈക്ക് കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യാൻ പറ്റും. കാറ് റോഡിൽ പാർക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതാണ് അവിടെ ഒരു റെഡ് കളറിലെ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പെരിയാറിൻ്റെ തീരത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാനും ആ പെരിയാറിൻ്റെ കാഴ്ചകൾ എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല നീറ്റാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ നല്ല പച്ചപ്പും ഹരിതാപവും വെള്ളവും സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടിലമായിട്ടുള്ളൊരു സ്പോട്ടാണ്. നോർമലി നമുക്കൊന്ന് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യണം എന്നോർത്ത് വരുന്നവർക്ക് ഈ സ്പോട്ട് അടിപൊളിയാണ്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ വെറും 3 മാസം മാത്രമാണ് ഈ സ്ഥലത്തിൻ്റെ ആയുസ്. കാരണം നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാം തുറക്കുമ്പോൾ മാത്രമാണ് ഈ സ്ഥലം ഇങ്ങനെയാകുന്നത്. അല്ലാത്തപ്പം നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാം അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മൊത്തം വെള്ളം കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതും ഈ കാഴ്ചകൾ കാണാൻ പറ്റാത്ത സാഹചര്യവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നതായിട്ട് നമുക്കറിവില്ല. ഈ 3 മാസം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ അറിവുമില്ല. അപ്പം നോർമലി ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും ഭൂതത്താൻകെട്ട് ഡാമും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം നല്ല ഭംഗിയാണ്. ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ ഈ അടുത്ത് കിട്ടുന്നതായിട്ട് എനിക്കറിവില്ല. ഞങ്ങൾ പോയപ്പോൾ നല്ല കാലാവസ്ഥ ഇതുപോലെ തന്നെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഈ ഡാം ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതാണ് ഇതിൻ്റെ ടൈം. അത് മാത്രം അന്വേഷിച്ചിട്ട് പോകുന്നവർ പോവുക. അപ്പോൾ ഇതിന് വേറെ വലിയ സ്ഥലങ്ങൾ പറയാനില്ല. ഈ ന്യായപ്പള്ളി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റായിട്ട് പറയാൻ പറ്റുന്നത്. വേറെ നമുക്ക് വലിയ സംഭവമായിട്ട് അവിടെ ഒരു ലാൻഡ്മാർക്കായിട്ട് പറയാനില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പോവാം. ഈ 3 മാസം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.